പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏപ്രിൽ 1-ാം തീയതിയായ ഇന്നൊരു കഥ കേൾക്കൂ. സ്പെഷ്യൽ ഫൂൾ. സൂത്രൻ ചേട്ടനാണോ ഈ കാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ? ഡോറുമാൻ ശ്വാസം മുട്ടി കിതച്ചുകൊണ്ട് ഓടി വന്ന് ചോദിച്ചു. അതിനെന്താ സംശയം, എന്നെപ്പോലെ ബുദ്ധിമാൻ വേറെ ആരുണ്ട്? ഈ കാട്ടിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള കാടുകളിലും വച്ച് ഞാനാണ് ബുദ്ധിമാൻ. അപ്പോൾ ചേട്ടൻ രക്ഷപ്പെട്ടു. പിന്നാലെ വന്ന ലോലു മുയൽ പറഞ്ഞു. സൂത്രന് മനസ്സിലായില്ല. അതോ നമ്മുടെ കാട്ടിൽ ഒരു അത്ഭുത മരമുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ? വിഷുക്കാലത്തിന് മുമ്പായി സ്വർണ്ണപ്പഴങ്ങൾ ഉണ്ടാകും. മൂത്തുപഴുത്ത പഴങ്ങൾ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ കാണാൻ കഴിയൂ. സൂത്രൻ ആവേശമായി. ഓഹോ, അപ്പം എനിക്ക് കാണാൻ പറ്റുമല്ലോ. അറിയില്ല, മിങ്കങ്കുരങ്ങൻ കണ്ടു എന്ന് പറഞ്ഞു. എങ്കിൽ എനിക്കും കാണാൻ പറ്റും, ഞാനല്ലേ ബുദ്ധിമാൻ എന്ന് പറഞ്ഞ് സൂത്രൻ മരം ലക്ഷ്യമാക്കി ഓടി. വളരെ ദൂരം ഓടി ഉൾക്കാട്ടിലെ വലിയൊരു മരത്തിന് സമീപം ചെന്നു. സൂത്രൻ നോക്കുമ്പോൾ മരത്തിൽ നിറയെ സ്വർണ്ണ നിറത്തിലുള്ള പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. താഴെ ഇരുന്ന് മിങ്കൻ കുരങ്ങ് സ്വർണ്ണവർണ്ണ പഴങ്ങൾ കടിച്ചീമ്പി തിന്നുന്നു. സൂത്രന് കൊതിയായി. അവൻ സ്വർണ്ണപ്പഴം പറിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചു. നോക്കുമ്പോൾ ചിക്കു അണ്ണാൻ മരത്തിനു മുകളിലുണ്ട്. ചിക്കു, നിനക്ക് സ്വർണ്ണപ്പഴങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചിക്കു പറഞ്ഞു, ഞാനൊന്നും കണ്ടില്ല. ആ, നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാവും. ഏതായാലും നീ ആ മരക്കമ്പ് ഒന്ന് കുലുക്കി നോക്കൂ. ചിക്കു മരക്കൊമ്പ് ശരിക്കു കുലുക്കി. ചടുപിടു ധീം! മരത്തിൽ നിന്ന് സ്വർണ്ണപ്പഴങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു. അവയിൽ ചിലത് കുറുക്കൻ്റെ തലയിലും വീണു. അയ്യോ, എൻ്റെ അമ്മച്ചിയേ എന്നു പറഞ്ഞ് കുറുക്കൻ ഉറക്കെ നിലവിളിച്ചു. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കല്ലുകളായിരുന്നു അത്. തലയ്ക്ക് വേദനയെടുത്ത് അവൻ ഉറക്കെ അലറി. ആരാണ് ഈ കല്ലുകൾ മരത്തിനു മുകളിൽ തൂക്കിയിട്ടത്? കല്ലൊന്നുമല്ല, നല്ല സ്വർണ്ണ മാമ്പഴം. നിനക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് കല്ല് പോലെ തോന്നുന്നത് എന്ന് പറഞ്ഞ് കുരങ്ങച്ചൻ അവ ഓരോന്നായി പെറുക്കിയെടുത്തു. കല്ല് തലയിൽ വീണ വേദനയും ബുദ്ധിയില്ലെന്ന ചീത്തപ്പേരും കൊണ്ട് അവൻ വലഞ്ഞു. സത്യം പറ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ ചെയ്ത പണിയല്ലേ? അപ്പോഴേക്കും അവിടെ എത്തിയ മാൻകുട്ടിയും മുയൽക്കുട്ടിയും പറഞ്ഞു, അതെ ചേട്ടാ, ബുദ്ധിമാനെന്ന് അഹങ്കരിക്കുന്ന ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. കുറുക്കൻ ദേഷ്യപ്പെടാൻ തുടങ്ങും മുമ്പ് അണ്ണാറക്കണ്ണൻ ചോദിച്ചു, ചേട്ടാ, ഇന്നെന്താ തീയതി എന്ന് ചേട്ടൻ മറന്നുപോയോ? അപ്പോഴാണ് ഏപ്രിൽ 1-ാം തീയതിയാണെന്ന ബോധം കുറുക്കന് വന്നത്. ഏപ്രിൽ ഫൂളായ വിവരം മറ്റു മൃഗങ്ങൾ അറിയും മുമ്പ് സ്ഥലം കാലിയാക്കാമെന്ന് കരുതി ഓടാൻ തുടങ്ങിയ കുറുക്കനോട് പറഞ്ഞു കൂട്ടുകാർ, ഓടിയിട്ട് കാര്യമില്ല ചേട്ടാ. ചേട്ടൻ്റെ മണ്ടത്തരമെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആദ്യം മുതലുള്ള ഭാഗം ഹെലിക്യാം വഴി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വന ചാനലിലെ ഏപ്രിൽ ഫൂൾ സ്പെഷ്യൽ പ്രോഗ്രാമിലെ പ്രധാന താരമാണ് ചേട്ടൻ. അതെ, ചേട്ടനാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഫൂൾ. അത് കേട്ട് തലയും താഴ്ത്തി വാലും ചുരുട്ടി കുറുക്കച്ചൻ ഓടി.